പിന്നെ നിന്നെ കാണുമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ തഞ്ചാവൂർ വരുമായിരുന്നു. നീ കോളേജിൽ നിന്ന് വീട്ടിൽ പോകുമ്പോഴൊക്കെ നിൻ്റെ പുറകെ വന്ന് ഞാൻ നിൻ്റെ അടുത്തെത്തുമ്പോഴൊക്കെ ഒളിച്ചു നിൽക്കും. എന്നെ നീ വേറെ ആരെയോ കൊണ്ട് ദേഷ്യപ്പെട്ടിട്ടാണ് അന്ന് കാണാൻ വരാതിരുന്നെന്ന കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്തൊക്കെ അറിയാം? പറയാം, ഞാനൊന്ന് കേൾക്കട്ടെ. എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു? നിന്റെ 10th മാർക്ക് 836, 12th മാർക്ക് 990, നിന്റെ ബർത്ത്ഡേ ഡ്രസ്സ് നീ എൻ്റെ ബർത്ത്ഡേക്ക് വിടും, നിന്റെ ഇഷ്ടദേവം മുരുകൻ. ഞാൻ പോകുന്ന പിന്നെ നീ പാട്ട് പാടിയില്ല, ലിറ്ററേച്ചർ പഠിക്കാൻ ആഗ്രഹിച്ച നിന്റെ അച്ഛൻ നിർബന്ധിച്ച് BSc കമ്പ്യൂട്ടർ സയൻസ് വിട്ടു. അതേ പണിക്ക് നീ 2 ദിവസം പട്ടിണി കിടന്നു. പക്ഷെ നിന്റെ അച്ഛൻ അത് മനസ്സിലാക്കിയതേയില്ല. അല്ല, നിന്റെ അച്ഛനത് മനസ്സിലായില്ല, പക്ഷെ എനിക്കത് മനസ്സിലായി. സോറി. 1990 നിനക്ക് ടൈഫോയിഡ് വന്നത്, 2000 ജോണ്ടീസ് വന്നത്, രണ്ടും എക്സാമിന് തൊട്ട് മുമ്പേ വന്നത്. നീ കോളേജ് പഠിക്കുമ്പോൾ ചുരുണ്ട മുടിയുള്ള ഒരുത്തൻ നിന്റെ പുറകെ നടന്ന ഓർമ്മയില്ല നിനക്ക്? അവനെ ആരും അടിച്ചുകൂട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അത് പിന്നെ പോലീസ് കേസായില്ലേ? അവനെ ഞാനടിച്ച് പിന്നെ നിന്നെ